6 മണിക്കൂറായിരുന്നു വിളിച്ചു വരുന്നത്. ക്യാമറ നമസ്കാരം. കഠിനംകുളം വെട്ടുതുറയിൽ വീണ്ടും അപകടം നടന്നിരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് അപകടം നടന്നതിൽ ഒരു യുവാവ് ദാരുണമായി മരണപ്പെട്ടിരുന്നു. ഏകദേശം 20 മീറ്റർ മാത്രം മാറിയാണ് ഇപ്പോൾ അപകടം നടന്നിരിക്കുന്നത്. ഈ പ്രദേശം സ്ഥിരം അപകട മേഖലയാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നു. കാരണം മുൻപും ആളുകൾ അപകടത്തിൽപ്പെട്ട് ഇവിടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. മിക്ക അപകടങ്ങളും അമിത വേഗതയിൽ സംഭവിച്ചതായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആക്സിഡന്റ് പതിവായിരുന്നിട്ട് പോലും ഇവിടെ മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളോ അല്ലെങ്കിൽ വേഗത നിയന്ത്രണ സംവിധാനങ്ങളോ അധികാരികൾ സ്ഥാപിക്കുന്നില്ല എന്ന പരാതി നാട്ടുകാരിലുണ്ട്. ബാംഗ്ലൂരാണ്, മലയാളം കേരളമാണ്. ഇത് മറ്റേത് അവർ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യാണ്. ആ വണ്ടിയിലൊക്കെയാണ് ഒരാൾ ഡ്രൈവർ നിങ്ങളാണ്. ഇതിൽ 4 പേര് ഇഞ്ചേർഡാണ്. മറ്റേ ഡ്രൈവർ ഈ കാർ ഓടിച്ചു. കീ അവിടെ കൊടുത്തിട്ടുണ്ട് സാറേ. അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന് അവർ പോട്ടല്ലോ. ഇതേ പോട്ടല്ലോ, 2 കൂട്ടരും പോട്ടെ. ഇപ്പം 4 ഇഞ്ചോടാണ് അവർ പോയിട്ടുണ്ട് നേരത്തെ. ഹലോ, ഫോൺ നമ്പർ എൻ്റെ ഉണ്ട് സാറേ. ഫോൺ നമ്പർ വൈകുന്നേരം 6:30 കൂടിയാണ് അപകടം നടന്നത്. അപകടത്തിൽപ്പെട്ടത് വർക്കലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ വാഹനവും തിരുവനന്തപുരത്ത് നിന്ന് പെരുമാതുറയിലേക്ക് പോയിരുന്ന വാഹനവുമാണ്. ഒരു കാർ കർണാടക രജിസ്ട്രേഷനിലുള്ളതാണ്. ആ കാറിലുള്ളവരുടെ വിവരങ്ങൾ, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മറ്റൊരു കാറിൽ സഞ്ചരിച്ചിരുന്നത് മാധ്യമപ്രവർത്തകയാണ്. വർക്കലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. കഠിനംകുളം പഞ്ചായത്ത് അംഗങ്ങളായ റീത്ത നിക്സൺ, ജോസ് നിക്കോളാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു. ആക്സിഡന്റിനെ കുറിച്ച് പഞ്ചായത്ത് മെമ്പർ റീത്ത നിക്സൺ ഫോണിൽ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ആദ്യം തന്നെ ഞാൻ ആക്സിഡന്റ് നടന്ന സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ ആണോ? ഞാൻ കാറിൽ വന്ന ഒരു ചേച്ചി എന്നെയും കൊണ്ട് ചേച്ചിക്ക് ഇത്തിരി നെഞ്ച് എന്താ തട്ടി. അപ്പൊ ചേച്ചിനെ കൊണ്ട് കിംസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എവിടത്തെ വണ്ടിയാണെന്ന് വല്ല അറിയാവോ? അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതിൽ ഒരു വണ്ടി ഓടിച്ച ചേച്ചിയാണ്. അത് ഇത് വർക്കലയുള്ള ചേച്ചിയാണ്. ഒരു വണ്ടി കർണാടക രജിസ്ട്രേഷൻ ആണല്ലോ. കർണാടക രജിസ്ട്രേഷൻ. അത് ഒരു കേനൽ വർമ്മയാണ്. കേനൽ വർമ്മയുടെ പുള്ളിനെയും കൊണ്ട് പുള്ളിയുടെ കാറിലുള്ള 2 പേരെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ. പുള്ളിക്കാരനെയും വേറെ വണ്ടിയിൽ വന്ന ചേച്ചിനെയും കൊണ്ട് ഞങ്ങൾ കിംസിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. വേറെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആരെങ്കിലും ഉണ്ടോ ചേച്ചി ആക്സിഡന്റിൽ? അതിൽ 2 പേരെ കൊണ്ടുപോയിരിക്കണം. എന്തരാണെന്ന് എനിക്കറിയില്ല. ഇനി കൃത്യമായിട്ട് അവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിനുള്ള ഇതൊന്നും അറിയത്തില്ല. അത് പോലീസിനെ വിളിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. അതില് വെള്ളക്കാറില്ലേ, അതില് വന്ന ചേച്ചിയാണ് രമ്യ എന്ന് പറഞ്ഞ ചേച്ചി. മാതൃഭൂമിയിൽ എന്താ വർക്ക് ചെയ്യുന്നതാണ്. മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്നതല്ലേ ചേച്ചി? അതെ അതെ, മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ് രമ്യ. പിന്നെ കേനൽ വർമ്മയാണ്. ചേച്ചിയുടെ വർക്കലയാണ്. വർക്കല. ഓക്കെ. മറ്റേ വണ്ടിയില് ഡീറ്റെയിൽ അറിയില്ല അല്ലേ?
അത് ഡീറ്റെയിൽ അറിയില്ല. അവർ തിരുവനന്തപുരത്ത് നിന്ന് പെരുമാതുറയായിട്ട് വരാൻ വേണ്ടിയാണ് ഇരുന്നത്. വർക്കല വന്നത് ശേഷം തിരുവനന്തപുരത്തോട്ട് പോകാനിരുന്നത്. സ്ഥിരം അപകട മേഖലയായ ഈ പ്രദേശം പ്രദേശവാസികൾക്ക് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നു. അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നിരവധി ജീവനുകൾ തുടർന്നും പൊലിഞ്ഞു പോകും. അധികാരികൾ കണ്ണു തുറക്കുക. ന്യൂസ് ഡെസ്ക് പോസ്റ്റോ ന്യൂസ്.